പ്രിയമുള്ള വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പ്രയാസമുള്ള ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ പാഠഭാഗത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ A+ൽ എപ്പോഴും തടസ്സം നിൽക്കാറുള്ളത്. ആ ഭാഗത്ത് വരുന്ന ഒരു ചോദ്യം നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. ചോദ്യം എങ്ങനെയാണ്? ആൻ എയറോപ്ലെയിൻ ഫ്ലൈങ് അറ്റ് ആൻ ഹൈറ്റ് 260 മീറ്റർ, 260 മീറ്റർ ഹൈറ്റിൽ ഒരു എയറോപ്ലെയിൻ ഉണ്ട്, പറക്കുന്നു. എബവ് ദി ഗ്രൗണ്ടിൽ നിന്ന് 260 മീറ്റർ. ഒബ്സർവർ സ്റ്റാൻഡിങ് ഓൺ ദി ടോപ്പ് ഓഫ് എ 50 മീറ്റർ ടോൾ ടവർ. ഒരു ഒബ്സർവർ ഉണ്ട്, അയാൾ 50 മീറ്റർ നീണ്ട ഒരു ടവറിന്റെ മുകളിൽ നിന്നിട്ട് സീസ് ദ പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ. പിന്നെ പ്ലെയിൻ 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എലവേഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രിയിൽ കാണുന്നു. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ദ പ്ലെയിൻ. ടവറും പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുമെന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം ചെയ്യുന്ന ഏകദേശ ചിത്രം നമ്മൾ വരയ്ക്കുന്നു. അവിടെ മാർക്ക് ചെയ്യുന്നു ABCDE. അപ്പം ഇപ്പുറം പ്ലെയിന്റെ അടുത്തുനിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ദൂരം 260 ആണെന്ന് കാണുന്നു. ഇപ്പുറത്ത് ടവർ മാർക്ക് ചെയ്യുന്നു. ഇത് തമ്മിൽ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാകുന്നു. അയാളുടെ ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് tan 60, ഏറ്റവും കൂടുതൽ ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ഉപയോഗിച്ചിട്ടാണ് ട്രിഗണോമെട്രിയിലെ ചോദ്യങ്ങൾ ചെയ്യാണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ tan 60 വെച്ച് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം. അപ്പൊ ഇവിടെ AB/BE എന്ന് വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ tan 60 പിന്നെ BE കാണണം. BE ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് ടവർ എന്ന് പറഞ്ഞത്. അപ്പൊ BE ആ ലെങ്ത് കാണാൻ BE എന്ത് ചെയ്യണം? AB/tan 60 എന്നാവും. AB എന്ന് പറയുന്നത് 210 എന്ന് കിട്ടും. കാരണം എന്താ, ടവറിന്റെ ഹൈറ്റ് നിന്ന് ടവർ ഈ ടോട്ടൽ ഹൈറ്റ് 260 പ്ലെയിൻ ഗ്രൗണ്ട് എന്നുള്ളത്, പിന്നെ ടവറിന്റെ ഹൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ ഈ 210 കിട്ടും. അപ്പം BE എന്ന് പറഞ്ഞത് 210/√3 എന്നാവും. അപ്പൊ ഡിനോമിനേറ്ററിൽ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് √3 നമ്മൾ ഇൻറ്റു ചെയ്താൽ ഡിനോമിനേറ്ററിൽ 3 എന്നാവും. √3 × √3 √9 എന്ന് പറഞ്ഞാൽ 3 എന്നാവും. അതുപോലെ 210 × √3 എന്നാവും. ഈ 210 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70 എന്ന് കിട്ടും. അപ്പൊ 70√3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ട്രിഗണോമെട്രിക് റേഷ്യോ ആയ tan 30, 60, 90 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മ വേണം. tan 60 അപ്പൊ ആ ചിത്രം വരച്ചിട്ട് 1√3 2 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വെച്ചിട്ട് അതിൽ കണ്ടെത്താം. അല്ലെങ്കിൽ ബൈഹാർട്ടായിട്ട് നിങ്ങൾ tan 30, 60, 45 ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നതിന് ഒരു പക്ഷേ ഇതിൽ തന്നോളൂന്നില്ല. ഓക്കെ, ആ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയിലെ പ്രോബ്ലങ്ങൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? പരിശീലിക്കുക. താങ്ക് യു ഓൾ.